ചുറ്റിപ്പറ്റിയുള്ള കോൺഗ്രസിന്റെ ആരോപണങ്ങളിൽ പങ്കുചേരാതെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഒമർ അബ്ദുള്ള. ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും അപ്രതീക്ഷിത തോൽവിക്ക് പിന്നാലെ EVMൽ സംശയം പ്രകടിപ്പിച്ചും പ്രചാരണം ശക്തമാക്കിയും കോൺഗ്രസ് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് വ്യത്യസ്ത അഭിപ്രായവുമായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് രംഗത്തെത്തുന്നത്. EVMകൾ ഒഴിവാക്കി ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ തോൽക്കുമ്പോൾ മാത്രം EVMനെ കുറ്റപ്പെടുത്തുന്ന നിലപാട് ശരിയല്ലെന്ന് ഒമർ അബ്ദുള്ള പറയുന്നു. വാർത്താ ഏജൻസിയായ PTIക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഒമർ അബ്ദുള്ള തന്റെ നിലപാട് വ്യക്തമാക്കിയത്. EVMകൾ ഉപയോഗിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പിൽ 100-ലധികം പാർലമെന്റ് അംഗങ്ങളെ ലഭിക്കുകയും അത് പാർട്ടിയുടെ വിജയമായി ആഘോഷിക്കുകയും പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം EVMകൾക്കെതിരെ തിരിയുകയും ചെയ്യുന്നത് ഉചിതമല്ല. EVMകളിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളിൽ ഉറച്ചു നിൽക്കണം. EVMകളിൽ പ്രശ്നമുണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ എങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കും? മെഷീനുകളിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോരാടണം. ജയിക്കുമ്പോൾ നിശബ്ദത പാലിക്കുകയും പരാജയപ്പെട്ടാൽ മെഷീനെതിരെ സംസാരിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. വോട്ടിംഗ് രീതിയിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്നും ഒമർ അബ്ദുള്ള പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുകയും ചെയ്ത സ്വന്തം അനുഭവം അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. താൻ ഒരിക്കലും EVMനെ കുറ്റപ്പെടുത്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരും വിശ്വസിക്കുന്നതിന് വിരുദ്ധമായി സെൻട്രൽ വിസ്ത പദ്ധതി ഒരു നല്ല കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. ഒരു പുതിയ പാർലമെന്റ് കെട്ടിടം നിർമ്മിക്കുന്നത് ഒരു മികച്ച ആശയമാണെന്ന് താൻ വിശ്വസിക്കുന്നതായും ഒമർ അബ്ദുള്ള പറഞ്ഞു. അതേസമയം BJP വക്താവിനെ പോലെയാണ് ഒമറിന്റെ പരാമർശമെന്ന് അഭിമുഖം നടക്കുന്നയാൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ BJP വക്താവല്ല, എന്താണോ ശരി അതിൽ ഉറച്ചു നിൽക്കുക എന്നാണ് തന്റെ നിലപാടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സെപ്റ്റംബറിൽ നടന്ന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യകക്ഷിയായ കോൺഗ്രസുമായി നാഷണൽ കോൺഫറൻസിന് അതൃപ്തി ഉണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഒമർ അബ്ദുള്ളയുടെ പരാമർശം എന്നതാണ് ശ്രദ്ധേയം. പ്രചാരണ വേളയിലും മറ്റും കോൺഗ്രസ് സജീവമായിരുന്നില്ലെന്നായിരുന്നു നാഷണൽ കോൺഫറൻസിന്റെ വിമർശനം. എന്നിട്ടും 90 അംഗ നിയമസഭയിൽ NC 42 സീറ്റ് നേടി. കോൺഗ്രസിന് 6 സീറ്റുകളെ സ്വന്തമാക്കാനായുള്ളൂ. നേരത്തെ ഇന്ത്യ സഖ്യത്തിനെ കോൺഗ്രസ് നയിക്കുന്നതിനെതിരെയും ഒമർ രംഗത്ത് വന്നിരുന്നു. നേതൃപദവി പ്രവർത്തിച്ചു നേടേണ്ടതാണെന്നും അതൊരു അവകാശമല്ല എന്നുമായിരുന്നു കോൺഗ്രസിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഒമർ പറഞ്ഞത്.